എൻ്റെ സന്നിഹിതരായ സഹോദരി സഹോദരന്മാരെ, സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ പ്രണാമം. കോട്ടയം ഹിന്ദുധർമ്മ പരിഷത്ത് സംഘടിപ്പിക്കുന്ന 19ാമത് വിചാരസത്രത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ സംഘടനയുടെ പേരിലുള്ള നന്ദി ആദ്യമേ പ്രകാശിപ്പിക്കട്ടെ. ഇതിൻ്റെ സമാരംഭ സഭയിൽ തന്നെ സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. സനാതനധർമ്മത്തിൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ കാലിക പ്രസക്തി പറയുന്നതിന് മുമ്പ് ഈ വിഷയത്തിന് തന്നെ പ്രസക്തിയുള്ള കാലഘട്ടമാണിപ്പോൾ. പ്ലേഗ് പോലെ, മലേറിയ പോലെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, പരസ്യമായി പ്രഖ്യാപിക്കുന്നവർ കൂടി വരുന്ന കാലമാണ്. യുവജനങ്ങൾക്കിടയിൽ അതിന് പിന്തുണ ഏറെ ലഭിക്കുന്നുമുണ്ട്. സനാതനധർമ്മ വിരോധികളിൽ നിന്ന് സനാതനധർമ്മം എന്ന വാക്ക് ആദ്യമായി കേട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ നമുക്കിടയിലുണ്ട്. സനാതനധർമ്മത്തിൻ്റെ കാലിക പ്രസക്തി പറയുന്നതിന് മുമ്പായിട്ട് സനാതനധർമ്മം എന്താണെന്നുള്ള ഒരു ചെറിയ പരിചയം ഇവിടെ നൽകാം. സനാതനധർമ്മത്തിന് ഏറ്റവും പ്രധാനമായി 2 നിർവചനങ്ങളുണ്ട്. ഒന്ന്, ധർമ്മതത്വവുമായി ബന്ധപ്പെട്ടുള്ള നിർവചനം. 2, ധർമ്മമാർഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർവചനം. തത്വവും പ്രയോഗവും ഇവ തമ്മിൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഈ വിഭ്രാന്തി മൂലം പല ആശയക്കുഴപ്പങ്ങൾ തുടക്കത്തിലേ ഉണ്ടാവും. അതുകൊണ്ട് സനാതനധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസു ആദ്യമായി ചെയ്യേണ്ടത് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഈ 2 നിർവചനങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ പറ്റൂ. സനാതനധർമ്മത്തിൻ്റെ 1ാമത്തെ നിർവചനം സനാതനധർമ്മ തത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ലളിതമായി പറയാം. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും അതായി തന്നെ നിലനിർത്തുകയും മറ്റൊന്നിനോട് ഭംഗിയായി കൂട്ടിയിണക്കി ചേർത്ത് കോർത്ത് ധരിക്കുകയും ചെയ്യുന്ന പ്രപഞ്ച സംവിധാനത്തെ, ക്രമത്തെ, അറേഞ്ച്മെൻറ്റിനെ, ക്രമീകരണത്തെയാണ് സനാതനധർമ്മ തത്വം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, സനാതനധർമ്മ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെ ശ്രേയസ്സും പ്രേയസ്സും നേടാൻ കഴിയും, സമ്പൂർണ്ണ ജീവിത വിജയം നേടാൻ കഴിയും, വ്യക്തിക്ക് മാത്രമല്ല സമാജത്തിനും പരമമായ നന്മ എങ്ങനെ നേടിക്കൊടുക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. അതിൻ്റെ പേരാണ് സനാതനധർമ്മ മാർഗം അഥവാ സനാതനധർമ്മശാസ്ത്രം. ഇപ്പോൾ സനാതനധർമ്മത്തെ ഗൗരവപൂർവ്വം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇത് പഠിച്ചില്ലെങ്കിൽ തുടക്കത്തിലേ പ്രശ്നമുണ്ടാവും.
ഒന്നാമത്തെ നിർവചനം നമ്മൾ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥയുണ്ട്, ജീവികളുടെ വ്യവസ്ഥ, ഭൗതിക വ്യവസ്ഥ, പ്രപഞ്ച വ്യവസ്ഥ, ഭൂമിയുടെ, സൗരയൂഥത്തിൻ്റെ, ആകാശഗംഗയുടെ, ഗാലക്സികളുടെ എല്ലാം സംവിധാനം. ഇത് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയണമെന്നില്ല. മനുഷ്യബുദ്ധിക്ക് അപ്പുറത്താണ് ഇതെല്ലാം. അതുകൊണ്ടാണ് വ്യാസൻ, വേദവ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ഈ ഒന്നാമത്തെ നിർവചനം നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞെങ്കിൽ പോലും ഇത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്തതാണ്. നമ്മൾ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിൽ ചെറിയ ചെറിയ രഹസ്യങ്ങൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഋഷിബുദ്ധിക്ക്, ഈശ്വരീയ ബുദ്ധിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനമാണ് ധർമ്മതത്വം. അത് നാശമില്ലാത്തതാണ്. നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും, നമ്മളോ ഈ പ്രപഞ്ചം തന്നെയോ ഇല്ലാതെയായാൽ പോലും, ഈ വിശ്വത്തിൽ ഏതെങ്കിലും ലോകങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ, സൂക്ഷ്മലോകമോ കാരണലോകങ്ങളോ സ്ഥൂല ലോകമോ നിലനിൽക്കുന്നുവെങ്കിൽ ധർമ്മതത്വവും ഉണ്ടാവും. അതിന് നാശമില്ല. രണ്ടാമത്തേത് ധർമ്മമാർഗം. ഇതൊരു ശാസ്ത്രമാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നൊരു ശാസ്ത്രം. നമ്മുടെ എല്ലാവരുടെയും ഈശ്വരൻ, സർവേശ്വരൻ, പരമേശ്വരൻ ഈ ഭൂമിയിൽ മനുഷ്യൻ ആവിർഭവിച്ച ചരിത്രം പോലും രേഖപ്പെടുത്താത്ത അതിപ്രാചീന കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരായ ഋഷിമാർക്ക് നൽകിയ ശാസ്ത്രം, അത് ഭാരതീയന് മാത്രമോ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. നമ്മുടെ പൂർവികർക്ക് അത് ലഭിച്ചത് എന്തെങ്കിലും അവർക്ക് നന്മയും ഭാഗ്യവും ഉള്ളതുകൊണ്ടായിരിക്കും. ഈ ശാസ്ത്രം ഏഷ്യയിലേക്ക് മാത്രമല്ല, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങൾ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. മത, ജാതി, വർഗ, വർണ്ണ, പ്രായ, ലിംഗ, വേഷഭാഷ വ്യത്യാസമില്ലാതെ സകല മാനവർക്കുമായുള്ള ശാസ്ത്രം എന്ന നിലയിലാണ് ഇതിനെ മാനവധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രയോജനം മനുഷ്യന് മാത്രമല്ല, മനുഷ്യരിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിക്ക് കൂടി മംഗളം നൽകുന്ന ശാസ്ത്രമാണ്. രണ്ട് നിർവചനങ്ങൾ നന്നായി മനസ്സിലാക്കണം. തുടക്കത്തിലെ ഇത് പഠിച്ചാലേ ബാക്കി പഠിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ സംശയങ്ങളുണ്ടാവും. കാരണം ധർമ്മതത്വത്തിൽ പറഞ്ഞു സനാതന ധർമ്മം ഒരിക്കലും നശിക്കില്ല എന്ന് പറയുന്നു, ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു. പക്ഷെ സനാതനധർമ്മ മാർഗം നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് പഠിച്ചില്ലെങ്കിൽ, പഠിപ്പിച്ചില്ലെങ്കിൽ, പ്രചരിപ്പിച്ചില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിൽ അത് നിന്നുപോകും, ധർമ്മഗ്ലാനി ഉണ്ടാവും. ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇതേ വ്യാസൻ തന്നെ മഹാഭാരതത്തിൽ മഹാഭാരത ഗായത്രി എന്ന് വിളിക്കുന്ന സവിശേഷമായ ഒരു സന്ദർഭമുണ്ട്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമെന്നാണ് പറയുന്നത്. ഊർധ്വബാഹുർ വിരോമേഷ നച കശ്ചിത് ശൃണോതുമേ ധർമാദർത്തശ്ച കാമശ്ച സധർമ്മം കിംന സേവ്യതേ എന്നാണ് ആ ശ്ലോകം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി ഞാൻ വിലപിക്കുന്നു, വിളിച്ചു പറയുന്നു. വ്യാസൻ എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം സ്വയം പറയുകയാണ്. ഊർധ്വബാഹുർ വിരോമേഷ, രണ്ട് കൈകളും മുകളിൽ ഉയർത്തി ഞാൻ വിളിച്ചു പറയുന്നു. നച കശ്ചിത് ശൃണോതുമേ, പക്ഷേ എൻ്റെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? ധർമ്മവും നമ്മൾ തേടുന്ന എല്ലാ കാര്യങ്ങളും, മനുഷ്യൻ തേടുന്ന അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ധർമ്മമാർഗം എന്ന് പറയുന്ന ഈ സയൻസ്, ശാസ്ത്രം പഠിച്ചാൽ, അത് പ്രാവർത്തികമാക്കിയാൽ സ്വതവേ വന്നു ചേരും എന്നാണ് പറഞ്ഞത്. നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും.
അതാണ് അദ്ദേഹം പറഞ്ഞു, ഇത്ര സുഗമമായ, നമ്മൾ തേടുന്നതെല്ലാം, ന്യായമായി നമ്മൾ തേടുന്നതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഈ ശാസ്ത്രം എന്തുകൊണ്ടാണ്, ലളിതമായി ശാസ്ത്രം എന്തുകൊണ്ടാണ് മനുഷ്യൻ പഠിക്കാത്തത്, ആരും പിന്തുടരാത്തത് എന്താണെന്നാണ് അദ്ദേഹം വിലപിക്കുന്നത്. ഇപ്പൊ സനാതനധർമ്മത്തിന് രണ്ടർത്ഥം മനസ്സിലാക്കാത്ത ആൾ വിചാരിക്കും വ്യാസൻ വൈരുദ്ധ്യം പറഞ്ഞു എന്ന് വിചാരിക്കും. കാരണം ആദ്യം വ്യാസൻ പറഞ്ഞത് എന്താണ്? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം, ഈ ധർമ്മത്തിന്റെ തത്വം ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് അതേ വ്യാസൻ വ്യാസമഹാഭാരതത്തിൽ തന്നെ പറയുന്നു, ലളിതമായ മനുഷ്യബുദ്ധിക്ക് നന്നായി മനസ്സിലാക്കാനും പരിശീലിക്കാൻ കഴിയുന്ന ഈ ധർമ്മമാർഗം എന്താണ് പിന്തുടരാത്തത്? ഈ രണ്ട് നിർവചനങ്ങളെ സംബന്ധിച്ചുള്ള വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഒന്നാമത് പറഞ്ഞ ധർമ്മതത്വം, അതൊരിക്കലും നാശമില്ല, നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാവും. ഈ ഭൂമുഖത്ത് മനുഷ്യരാശി തന്നെ അപ്രത്യക്ഷമായാൽ പോലും ഇവിടെ ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം പ്രപഞ്ച വ്യവസ്ഥയുണ്ടാവും. പക്ഷെ സനാതനധർമ്മ മാർഗം അങ്ങനെയല്ല, അതൊരു ശാസ്ത്രമാണ്. അത് പഠിച്ചില്ലെങ്കിൽ, അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ, പ്രചരിപ്പിച്ചില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ശാസ്ത്രം ഏതൊരു വിജ്ഞാനങ്ങളെന്ന പോലെ അപ്രത്യക്ഷമാകും. ഇത് നന്നായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് സനാതനധർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ, സനാതനധർമ്മ പ്രചാരണം എന്നൊക്കെ പറയുമ്പോൾ നെറ്റിച്ചുളിക്കുന്നത്. അവർ പറയും സനാതനധർമ്മം എന്നും ഉള്ളതല്ലേ, അതെന്തിനാണ് പ്രചരിപ്പിക്കുന്നത്, അതൊരിക്കലും നശിക്കില്ല, അത് സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നത് ധർമ്മതത്വവുമായി ബന്ധപ്പെട്ട അർത്ഥം വച്ചിട്ടാണ്. നമ്മൾ പറയുന്ന ശാസ്ത്രം വച്ചിട്ടാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ ലോകം, ഭൗതിക പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം ഭൗതിക നിയമങ്ങളും ഉണ്ടാകും. നമുക്കറിയാം പലതരത്തിലുള്ള നിയമങ്ങൾ, ഭൂഗുരുത്വ ബലം, ഊർജത്തെയും ചലനത്തെ സംബന്ധിച്ച സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, മനുഷ്യൻ മനസ്സിലാക്കിയാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഈ നിയമങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ നിയമങ്ങൾ മനസ്സിലാക്കി ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ ഭൗതിക ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു. ഇത് പഠിച്ചില്ലെങ്കിലോ, ഇത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലോ, ഇത് പ്രചരിപ്പിച്ചില്ലെങ്കിലോ, ഇത് സംരക്ഷിച്ചില്ലെങ്കിലോ മനുഷ്യരാശി നേടിയ മഹാവിജ്ഞാനങ്ങൾ, തലമുറയിലേക്ക് നൽകിയ ഈ അമൂല്യമായ അറിവുകൾ അപ്രത്യക്ഷമാകും. പക്ഷെ ഇങ്ങനെ ഈ വിജ്ഞാനം അപ്രത്യക്ഷമായാലും ഭൗതിക നിയമങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധർമ്മതത്വവും ധർമ്മമാർഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ധർമ്മമാർഗത്തെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത്. ധർമ്മതത്വത്തെ അടിസ്ഥാനപ്പെടുത്തി പരമേശ്വരൻ തന്നെ മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിച്ച അതിപ്രാചീന കാലഘട്ടത്തിൽ നൽകിയ ശാസ്ത്രമാണ് സനാതനധർമ്മം. നമ്മുടെ ഋഷിമാർ പറയുന്നത്, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്ന ഒരേ ഒരുവനാണ്. പരമശിവനെന്നും മഹാവിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും പരാശക്തി എന്നൊക്കെ, പരബ്രഹ്മം, പരമ്പൊരുൾ, പരമാത്മാവെന്നൊക്കെ പല പേരുകളിൽ വിളിക്കപ്പെടുന്ന ഒരേ ഒരുവനെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹം മനുഷ്യന് വഴികാട്ടാനായിട്ട് ഒരു പ്രത്യക്ഷ ശരീരം സ്വീകരിച്ചു അത്രേ. അതിനെ വിളിക്കുന്നത് മാനവ പ്രത്യക്ഷ രൂപം എന്നാണ്. അത് അമ്മയ്ക്കും അച്ഛനും ജനിച്ച രൂപമല്ല. അമ്മയ്ക്കും അച്ഛൻ, നമ്മളെല്ലാവരും അമ്മയിലും അച്ഛനും ജനിച്ചവരാണ്. ഗർഭപാത്രത്തിൽ വസിച്ചു, പ്രസവ ദുഃഖം അനുഭവിച്ചു, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ജരാതരകൾ, വിശപ്പ്, ദാഹം, നിദ്ര, അങ്ങനെ ശാരീരിക ആവശ്യങ്ങൾക്കും ഈ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് കീഴെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റും ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. നമ്മളെല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ സർവശക്തനായ സർവജ്ഞനായ പരമേശ്വരൻ
പല പേരുകൾ വിളിക്കപ്പെടുന്ന ഒരുവന് ഇതൊന്നും ബാധകമല്ല. അദ്ദേഹത്തെ വിളിക്കുന്ന കേവലൻ എന്നാണ്. കേവലൻ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകൃതി നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത അതീതൻ എന്നാണ്. പ്രകൃത്യാതീതൻ ആണ്, അബ്സല്യൂട്ടാണ്. ഈ കേവലനായ പരമേശ്വരൻ മനുഷ്യനെ വഴികാട്ടാനായി, മനുഷ്യനിലൂടെ സർവ്വജീവജാലങ്ങൾക്കും പ്രകൃതിക്ക് കൂടി നന്മ വരുത്താനായിട്ട് ഒരു പ്രത്യക്ഷ രൂപം സ്വീകരിച്ചത്രേ, മാനവ പ്രത്യക്ഷ രൂപം. അതിനെ പല പരമ്പരകൾ വിവിധ രീതിയിലാണ് ഈ മാനവ പ്രത്യക്ഷ രൂപത്തെ വാഴ്ത്തുന്നത്. യോഗവിദ്യ വിശേഷിപ്പിക്കുന്നത് ആദിനാഥൻ അഥവാ ആദിയോഗി എന്നാണ്. ഹഠയോഗ പ്രദീപിക ആരംഭിക്കുന്നത് തന്നെ സനാതനധർമ്മ രഹസ്യവും യോഗവിദ്യയുമെല്ലാം ലോകത്തിന് നൽകിയ പരമേശ്വരൻ്റെ പ്രത്യക്ഷ രൂപമായ ആദിനാഥനെ സ്തുതിച്ചുകൊണ്ടാണ്. ആദിയോഗി എന്ന് വിളിക്കുന്നത്. വേദാന്ത പരമ്പര വിശേഷിപ്പിക്കുന്നത് ഇതേ വ്യക്തിയെ, ഇതേ പരമേശ്വരൻ്റെ പ്രത്യക്ഷ രൂപത്തെ വിളിക്കുന്നത് ദക്ഷിണാമൂർത്തി അഥവാ ജ്ഞാനമൂർത്തി എന്നാണ്. ദക്ഷിണ എന്ന് പറഞ്ഞാൽ പരമജ്ഞാനം ആണ്. പരമജ്ഞാനം നൽകിക്കൊണ്ട്, ഋഷിമാർക്ക് പരമജ്ഞാനം നൽകിക്കൊണ്ട് മൗനം കൊണ്ടും വാക്കുകൾ കൊണ്ടും പഠിപ്പിച്ച ദക്ഷിണാമൂർത്തിയെക്കുറിച്ചുള്ള സ്തോത്രം ശങ്കരാചാര്യർ രചിച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രം പ്രസിദ്ധമാണ്. ദക്ഷിണാമൂർത്തി നിന്നാണ് ഈ എല്ലാ പരമ്പര ഉണ്ടായതെന്ന് വേദാന്ത പരമ്പര അവകാശപ്പെടുന്നു. തന്ത്രവിദ്യ, ശിവഋഷി, ശിവശങ്കര ഋഷി, അദ്ദേഹത്തിൻ്റെ 5 മുഖങ്ങളിൽ നിന്ന്, 5 സമ്പ്രദായങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറയുന്നു. തത്പുരുഷം, അഘോരം, സദ്യോജാതം, വാമദേവം, ഈശാനം എന്നീ 5 സമ്പ്രദായങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ രീതികളും ഉണ്ടായത്. സിദ്ധാന്തമാർഗം പറയുന്നത് ശ്രീകണ്ഠരുദ്രൻ, നീലകണ്ഠരുദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മഹാഋഷിയാണ് ഇതെല്ലാം നൽകിയതെന്നാണ്. ഒരാളെ തന്നെയാണ് വിവിധ പേരുകളിൽ പറയുന്നത്. ശ്വേതാശതരോപനിഷത്ത് പറയുന്നത് രുദ്രമഹർഷി. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഈശ്വര ദർശനം എവിടെയാണെന്ന് ചോദിച്ചാൽ ധൈര്യമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കൃതിയാണ് ശ്വേതാശതരോപനിഷത്ത്. കാരണം ഓരോ ഉപനിഷത്തും വ്യത്യസ്ത വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഈശ്വര ദർശനം എവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് വായിക്കാവുന്ന കൃതി ശ്വേതാശതരോപനിഷത്താണ്. അതിലെന്താണ് ഈശ്വര ദർശനം, സനാതനധർമ്മത്തിൻ്റെ ഈശ്വര ദർശനം എന്താണെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞു. അപ്പം മനുഷ്യർക്ക് ജ്ഞാനം നൽകാൻ വന്ന ഈ വിഭൂതിയെ, ഭവദേഹത്തെ, ഭവരൂപത്തെ, പ്രത്യക്ഷ ശരീരത്തെ, നമുക്കുണ്ടെന്ന് തോന്നുന്നതും എന്നാൽ വാസ്തവത്തിൽ ഇല്ലാത്തതുമായ ഈ മായാരൂപത്തെ വിളിക്കുന്നത് രുദ്രമഹർഷി എന്നാണ്. ഇതാണ് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പരമേശ്വര രൂപം. ഭൂമുഖത്തെ, ഈ ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ തീർത്ഥയാത്ര കൈലാസയാത്രയാണ്. വാൽമീകി രാമായണത്തിലും വ്യാസമഹാഭാരതത്തിലും ഈ തീർത്ഥയാത്രയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാണ്ഡവന്മാരും ശ്രീരാമനും രാവണനും ഒക്കെ ഇവിടെ പോയതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് പോയതെന്നറിയാമോ? അവിടെ ക്ഷേത്രമില്ല, തീർത്ഥമാണ്. മനുഷ്യരാശിയെയും ഈ ലോകത്തെയും അനുഗ്രഹിക്കാനായിട്ട് ഈശ്വരൻ തന്നെ ഒരു പ്രത്യക്ഷ ശരീരം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പൂർവികരായ ഋഷിമാർക്ക് ജ്ഞാനോപദേശം നൽകിയ തപോഭൂമി, പുണ്യഭൂമി എന്ന നിലയിലാണ് ഇന്നും കൈലാസയാത്ര നടത്തുന്നത്. ഇതെല്ലാം വ്യക്തമായ തെളിവുകളാണ്. അപ്പം നമ്മൾ ഈ സനാതനധർമ്മത്തിൻ്റെ സനാതനധർമ്മ തത്വവും സനാതന മാർഗവും പറയുമ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സനാതനധർമ്മ മാർഗത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഉള്ളടക്കം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം, കണ്ടന്റ്, എസൻസ് എന്താണ്? 3 കാര്യങ്ങളാണ്. ശ്രീ പരമേശ്വരൻ ആർഷഗുരുപരമ്പരകളിലൂടെ മാനവരാശിക്ക് ലോക നന്മയ്ക്കായി നൽകിയ ഈ ദിവ്യശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കം 3 പോയിന്റിൽ ഒതുക്കാം.
ഒന്നാമത്തേത് ജീവിത തത്വങ്ങൾ അഥവാ ലൈഫ് പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തേത് ഈ ലൈഫ് പ്രിൻസിപ്പിൾസിനെ, ജീവിത തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാക്ടീസസ്, അഭ്യാസങ്ങൾ. മൂന്നാമത് ഈ ജീവിത തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഹിതോപദേശങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കുന്ന, ഗുരുപരമ്പരയിലൂടെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ 3 തലക്കെട്ടിന് കീഴിൽ വരുത്താം. ഒന്നുകിൽ അത് ജീവിത തത്വമായിരിക്കും. ഇപ്പൊ കർമ്മസിദ്ധാന്തം പറയുകയാണെങ്കിൽ ജീവിത തത്വമായിരിക്കും. പ്രാണായാമം, ജപം, ധ്യാനം, പ്രാർത്ഥന, സ്വാധ്യായം, സത്സംഗം തുടങ്ങിയ അഭ്യാസങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സാധന എന്നൊക്കെ പറയുന്നതാണെങ്കിൽ, ഉപാസനയൊക്കെ ആണെങ്കിൽ അഭ്യാസമായിരിക്കും. സത്യം, അഹിംസ തുടങ്ങിയ നിയമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഹിതോപദേശമായിരിക്കും. ഈ 3 കാര്യത്തിൽ ഒതുക്കാം. എന്തൊക്കെയാണ്? ഹിതോപദേശങ്ങൾ, ആദ്യം പറയേണ്ടത് ജീവിത തത്വങ്ങൾ, അഭ്യാസങ്ങൾ, നിയമങ്ങൾ. ഇത് പഠിച്ചാൽ നമുക്ക് സാധാരണ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഉദാത്തമായ ജീവിതത്തിലേക്ക് ഉയരാൻ കഴിയും. ആർക്കും, ഏത് ദുഷ്ടനാവട്ടെ, ഏത് കൊള്ളക്കാരനാവട്ടെ, ഏതൊരു വ്യക്തിയാണെങ്കിലും ഇത് പഠിച്ചാൽ അവർക്ക് പടിപടിയായിട്ട് ഉദാത്ത ഭാവത്തിലേക്ക്, മാനവ പരിണാമത്തിലേക്ക് വരുവാൻ കഴിയും. ഭൂതകാലം പ്രശ്നമേ അല്ല. വാൽമീകി മഹർഷിയുടെ കാര്യം നമുക്കറിയില്ലേ? വാൽമീകി മഹർഷിയെപ്പോലെ കുഴപ്പങ്ങൾ ചെയ്ത് വേറെ ആരാ ഉള്ളത്? പഴയ അവസ്ഥയിൽ ആൾക്കാരെ പിടികൂടി അവരെ കവർച്ച ചെയ്യുക, അവരെ കൊല്ലുക, യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ മഹർഷിയാക്കിയ ദർശനമാണ് സനാതനധർമ്മം. അപ്പോൾ ഈ ജീവിതത്വം, അഭ്യാസം, നിയമം തുടങ്ങിയ ശാസ്ത്രങ്ങൾ നമ്മൾ നന്നായി പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം. ഇനി ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ഈ ശാസ്ത്രങ്ങളുടെ പ്രയോജനങ്ങൾ എന്താണ്? ഋഷിമാർ പറയുന്നത് മാനവനെ മാധവനാക്കാൻ കഴിയുന്ന ദർശനമാണിതെന്നാണ്. മാനവനെ മൃഗബോധത്തിൽ നിന്ന് മാറ്റി മാനവനാക്കാൻ കഴിയുന്ന ദർശനമാണിത് എന്നാണ്. സത്യയുഗം ആരും ആരെയും ആക്രമിക്കാത്ത, ആരും ആരെയും ചൂഷണം ചെയ്യാത്ത, എല്ലാവരും പരസ്പരം സ്നേഹാദരവുകളോടെ, നന്ദിയോടെ, ഒരു ചെറിയ നന്മയെങ്കിലും നമ്മൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നന്ദിയോടെ ഓർക്കുന്ന, നമുക്ക് കഴിയാവുന്ന എടുക്കുന്നവരെ തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാർ നിറഞ്ഞൊരു ലോകം, സത്യയുഗം. ഭൂമിയെ സ്വർഗമാക്കുക, മണ്ണിനെ വിണ്ണാക്കുക. ഈ 3 ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഈ ശാസ്ത്രം കൊണ്ടുള്ള പ്രയോജനങ്ങൾ 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, മാനവനെ മാധവനാക്കാൻ കഴിയും. 2, സത്യയുഗം നിർമ്മിക്കാൻ കഴിയും. കുറേയേറെ ആൾക്കാർ വിചാരിച്ച ഒറ്റയ്ക്ക് സാധ്യമല്ല. മണ്ണിനെ വിണ്ണാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രയോജനങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം തന്നെ അതാണല്ലോ. എന്താണ് ഇതിൻ്റെ യൂട്ടിലിറ്റി? എന്താണ് ഇതിൻ്റെ പ്രസക്തി, പ്രയോജനം? ഈ ശാസ്ത്രം പഠിച്ചതുകൊണ്ട്, അനുഷ്ഠിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാവും. 5 കാര്യങ്ങളാണ് ഋഷിമാർ പറയുന്നത്. ഈ 5 കാര്യങ്ങളിൽ മനുഷ്യൻ തേടുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. ഈശ്വരൻ നൽകിയ ശാസ്ത്രമായതുകൊണ്ടാണ് എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ പ്രയോജനങ്ങളും ഈ ശാസ്ത്രത്തിന് കൈവന്നത്. നമ്മുടെ ആരുടെയും എടുക്കല്ല. ഒന്നാമത്തെ പ്രയോജനം, ഈ ശാസ്ത്രം പഠിച്ചാൽ, ഈ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ, ദിനചര്യാക്രമത്തിൽ മാറ്റം വരുത്തിയാൽ ആദ്യം ഉണ്ടാകുന്നൊരു അനുഗ്രഹം സ്വാസ്ഥ്യം ഉണ്ടാകും എന്നാണ്. സ്വാസ്ഥ്യം. ഈ സ്വാസ്ഥ്യം എന്താണെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കണം.
സ്വാസ്ഥ്യത്തിൻ്റെ ഒരു പ്രത്യേകത. അത് ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല, ഇല്ലാത്തപ്പോൾ നന്നായി അറിയും. സ്വാസ്ഥ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു മനുഷ്യന് ആയുസ്, അവൻ്റെ കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ആയുസ്സുണ്ടാവുക, പൂർണ്ണായുസ്. പൂർണ്ണായുസ് കിട്ടിയാൽ മാത്രം പോരാ, പൂർണ്ണ ആരോഗ്യം, സന്തോഷം, സമാധാനം, ശാന്തി, സുരക്ഷ, സദ്ബുദ്ധി, ഇതെല്ലാം അവനിലേക്ക് ഒഴുകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ വില അറിയണമെങ്കിൽ മരണാസന്നരായി കഴിയുന്ന രോഗികളുടെ അടുത്ത് നമ്മൾ പോകേണ്ടി വരും. ഒരു ദിവസമെങ്കിലും കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുക്കൽ പോകേണ്ടി വരും. ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വേവലാതിപ്പെടുന്നവരുടെ അടുക്കൽ പോകേണ്ടി വരും. കഠിനമായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൊണ്ട് വിഷമിക്കുന്നവരുടെ അടുക്കൽ പോകേണ്ടി വരും. അപ്പോൾ നന്നായി മനസ്സിലാകും സ്വാസ്ഥ്യത്തിൻ്റെ വില. സനാതനധർമ്മം ഒന്നാമത് ഒരു സ്വാസ്ഥ്യ ദർശനവും അത് നേടാനുള്ള പദ്ധതിയുമാണ്. ഇതാർക്കാണ് വേണ്ടാത്തത്? പക്ഷെ സനാതനം പഠിച്ചതുകൊണ്ട് മാത്രം ആ പ്രയോജനം കിട്ടില്ല. സനാതനധർമ്മം വെറുതെ പഠിച്ചതുകൊണ്ടോ ഉരുവിട്ടതുകൊണ്ടോ ഈ പ്രയോജനം കിട്ടില്ല. സനാതനധർമ്മത്തിൽ സ്വാസ്ഥ്യവുമായി പറഞ്ഞിരിക്കുന്ന ചില അഭ്യാസങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്, ചില തത്വങ്ങളുണ്ട്. ഇത് നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും ഇത് ലഭിക്കുക. അപ്പോൾ ഏതു വ്യക്തിയെയും അവൻ ജനിച്ച ഉടൻ തന്നെ അവന് ബോധമുണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് തന്നെ പഠിപ്പിക്കേണ്ട ദർശനമാണ് സനാതനധർമ്മത്തിൻ്റെ സ്വാസ്ഥ്യകാര്യമെങ്കിലും. ഒന്നാമത് സനാതനധർമ്മം ഒരു സ്വാസ്ഥ്യ മഹാവിദ്യയാണ്. അതാർക്കാണ് വേണ്ടാത്തത്? എന്ന് മാത്രമല്ല, മനുഷ്യൻ ഏറ്റവും അധികം തേടിക്കൊണ്ടിരിക്കുന്നത് ഈ രംഗത്താണ്. കോടാനുകോടി രൂപ ചെലവിട്ടുകൊണ്ട് രോഗങ്ങളില്ലാതാക്കാനും അമരത്വം നേടാനും ശാസ്ത്രജ്ഞന്മാർ, പതിനായിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാലം രോഗമില്ലാതെ ജീവിക്കണം, ആയുസ് നീട്ടിക്കിട്ടണം. ഈ രംഗത്താണ് ഏറ്റവും അധികം പൈസ ചിലവായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും ഇതില്ലെങ്കിൽ എല്ലാം അതിനു വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറാവും. സ്വാസ്ഥ്യമില്ലെങ്കിൽ യാതൊരു മുന്നേറ്റവുമില്ല. ബാക്കിയുള്ള ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ ഒരു മനസ്സുണ്ടാവില്ല. അവനോട് പാലസ്തീൻ ഹമാസ് വിഷയത്തെക്കുറിച്ചോ കാശ്മീർ വിഷയത്തെക്കുറിച്ചോ അയോധ്യ ശിലാസ്ഥാപനത്തെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചോ പറയുമ്പോൾ അവൻ പറയും, ദയവായിട്ട് എന്നെ വെറുതെ വിടൂ, എനിക്കതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല, എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയും. സ്വാസ്ഥ്യം അടിസ്ഥാനമാണ്. ഈ സ്വാസ്ഥ്യത്തിൽ നിന്ന് മാത്രമേ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ഒന്നാമത്തെ പ്രയോജനം സ്വാസ്ഥ്യം. ഇതിൻ്റെ അനുഷ്ഠാനം, സനാതനധർമ്മത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് നമുക്ക് സ്വാസ്ഥ്യം കിട്ടും എന്നുള്ളതാണ്. അതിൽ ശാരീരികമായ സൗഖ്യം മാത്രമല്ല, മാനസികമായ ശാന്തി, ബൗദ്ധികമായ ശുദ്ധി, സദ്ബുദ്ധി എല്ലാം ഉണ്ട്. രണ്ടാമത്തേത് ഒരു മനുഷ്യൻ്റെ സമഗ്ര വ്യക്തിവികാസം, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സാണ് സനാതനം എന്ന് പറഞ്ഞാൽ. ശരിയായി മനസ്സിലാക്കിയാൽ ഒരു വ്യക്തി എന്താണ് എന്നൊരു ദർശനമുണ്ട് സനാതനധർമ്മത്തിന്. ഒരു വ്യക്തി എന്താണ്? അപ്പം നമുക്ക് പല വ്യക്തിത്വ വികസന കോഴ്സുകളൊക്കെ ഉണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കൂട്ടിടണം, എങ്ങനെ തീന്മേശയിൽ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. ഇതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ കുറച്ച് ആന്തരികം കൂടിയാണ്.
ഒരു മനുഷ്യൻ്റെ ആകെ തുകയ്ക്ക് പറയുന്ന പേരാണ് വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ ആകെ തുക, അവനുള്ള ശേഷി, കഴിവ്, അറിവ്, ശക്തി എന്നിവയുടെ വികാസം ആണ് വ്യക്തിത്വ വികസനം. അങ്ങനെ ചിന്തിക്കുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശാരീരികവും പ്രാണപരവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവും സാമാജികവുമായിട്ടുള്ള വികാസമാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തി വികാസം. ശാരീരികമായി വികസിച്ചിട്ട് മാത്രം കാര്യമില്ല. മാനസികമായ ശക്തികളും കഴിവുകളുണ്ട്, പക്ഷേ ബുദ്ധി നേരെ അല്ലെങ്കിൽ എല്ലാം പോയി. ഇതെല്ലാം ഉണ്ടെങ്കിൽ, സ്പിരിച്വലായ ഡെവലപ്മെൻ്റ് ഇല്ലെങ്കിൽ അവൻ അവസാനം ഈ ജീവിതം വ്യർത്ഥമായി എന്ന് പറയും. ഇതെല്ലാം ഉണ്ടെങ്കിലും സാമാജിക ബോധമില്ലെങ്കിൽ അവിടെയും പ്രശ്നമുണ്ടാവും. നമ്മൾ ചില്ലിത്തെങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. ചില്ലിത്തെങ്ങ് വളരെയേറെ ഉയർന്നു പൊങ്ങും, മാവിനേക്കാൾ ഉയർന്നു പൊങ്ങും, പക്ഷെ ആർക്കും തണൽ കൊടുക്കാൻ പറ്റില്ല. ഒരു ചില്ലിത്തെങ്ങിൻ്റെ അത്ര ഉയരമുണ്ടാവില്ല മാവിന്, പക്ഷെ കുറേ പേർക്ക് തണൽ കൊടുക്കാൻ കഴിയും. അപ്പം സമാജത്തോടുള്ള ബന്ധം ആണ് സാമാജികമായ വികാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രീതിയിൽ ശാരീരികവും പ്രാണപരവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവും സാമാജികവുമായ വികാസം, നമ്മളിലുള്ള കഴിവുകൾ, അറിവുകൾ, ശക്തി, ഗുണങ്ങൾ എന്നിവയുടെ വികാസത്തെയാണ് യഥാർത്ഥ വ്യക്തി വികാസം എന്ന് പറയുന്നത്. ഔട്ടറായ കാര്യങ്ങൾ വേണം, തീർച്ചയായും വേണം. വസ്ത്രധാരണ രീതി എല്ലാം വേണം. പക്ഷേ ഇന്നർ വ്യക്തിത്വം വികസിക്കാതെ ഔട്ടറായിട്ടുള്ള വ്യക്തിത്വ വികസനം കൊണ്ട് മാത്രം കാര്യമില്ല. അതിനുള്ള പദ്ധതിയാണ്, തെളിയിക്കപ്പെട്ട പദ്ധതിയാണ് സനാതനധർമ്മം. ഈ ദർശനം, ഈ ശാസ്ത്രം പഠിച്ചാണ് മഹായോഗികൾ ഉണ്ടായത്. ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാപുരുഷന്മാർ ഇവിടെ ഉണ്ടായത് ഈ ദർശനത്തിലൂടെയാണ്. നമ്മളെന്ന പേര് കേട്ട നമ്മളിപ്പോൾ ആദരിക്കുന്ന ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അതുപോലെ എത്രയോ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീശങ്കരാചാര്യർ തുടങ്ങിയ എണ്ണമറ്റ ഗുരുപരമ്പരകൾ, മഹാത്മാക്കളെല്ലാം ഈ സനാതനധർമ്മം വികസിപ്പിച്ചവരാണ്. അവരെ വികസിപ്പിക്കുക മാത്രമല്ല, അവർക്ക് പരിണാമം ഉണ്ടാക്കി കൊടുത്തു. മാനവ പരിണാമം, വെറും വികാസം മാത്രമല്ല, ഇത് മാനവ പരിണാമ വിദ്യയാണ് സനാതനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമത്തത് സ്വാസ്ഥ്യം, രണ്ടാമത്തത് സമഗ്ര വ്യക്തി വികാസം, മൂന്നാമത്തത് സമ്പൂർണ്ണ ജീവിത വിജയം. സമ്പൂർണ്ണ ജീവിത വിജയത്തെ നമ്മൾ പറയുന്നത് വെറും ആധ്യാത്മികം മാത്രമായിട്ടല്ല. അതുകൊണ്ടാണ് വ്യാസൻ തൻ്റെ മകനായ ശുഗനെ കൂടുതൽ പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടത് ജനകൻ്റെ അടുക്കലാണ്, ജനക മഹാരാജാവിൻ്റെ അടുക്കലാണ് പറഞ്ഞത്. ആധ്യാത്മികമായ വികാസത്തോടൊപ്പം തന്നെ ഭൗതികമായ സമൃദ്ധിയും കൂടി വേണം നമുക്കല്ലെങ്കിൽ ലോകത്തിന് വേണം. നമുക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ലോകത്തിന് വേണം. അർത്ഥത്തെയോ കാമത്തെയോ ധർമ്മത്തെയോ മോക്ഷത്തെയോ ഒന്നും മാത്രം ചിന്തിക്കുന്ന രീതി ആയിരുന്നില്ല സനാതനധർമ്മത്തിന്. അതുകൊണ്ടാണ് നമുക്ക് ലക്ഷ്മി ദേവി ഉണ്ടായത്, ധനത്തിൻ്റെ ദേവത, കുബേരൻ ഉണ്ടായത്, കാമദേവൻ ഉണ്ടായത്, ധർമ്മേശ്വരനും അർത്ഥേശ്വരനും കാമേശ്വരനും മോക്ഷേശ്വരനുമായിട്ട് പരമേശ്വരനെ പറയുന്നു. അപ്പോൾ അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം, ഈ 4 കാര്യങ്ങളെയും നമുക്ക് പരിഗണന കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ നേടാൻ കഴിയുമെന്നുള്ളതിന് ശാസ്ത്രം കൂടിയുണ്ട്. എങ്ങനെ പരസ്പരം പ്രശ്നമില്ലാതെ നേടാം, അതിന് ഓരോ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതിനാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പുരുഷാർത്ഥങ്ങളുടെ സമ്പാദനമാണ് യഥാർത്ഥ ജീവിത വിജയം എന്ന് പറയുന്നത്. അതിനുള്ള മാർഗം കൂടിയാണ് സനാതനധർമ്മം. അതാണ് സന്യാസി, ദശനാമി സന്യാസി സമ്പ്രദായങ്ങളുടെ ഉപജ്ഞാതാവായ ശ്രീശങ്കരാചാര്യർ പോലും ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രേയസ്സും പ്രേയസ്സും നിശ്രേയസ്സും അഭ്യുദയവും നേടിത്തരുന്നതെന്ന് പറഞ്ഞത്. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ, മോക്ഷം. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിത വിജയം കൂടിയുണ്ട്. ഇത് രണ്ടും നേടിത്തരുന്നതാണ്. പക്ഷെ കുറേ കാലങ്ങളിലായിട്ട് ഈ ഭൗതിക ലോകത്തെപ്പറ്റി ശ്രദ്ധിക്കാതെ അത് വളരെ മിഥ്യയാണെന്നോ
അല്ലെങ്കിൽ അത് വേണ്ടെന്നോ ഒക്കെ ഒരു തെറ്റായ ചിന്ത മനുഷ്യരെ കടന്നുകൂടിയത് കൊണ്ടാണ് നമ്മുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ വരെ പ്രശ്നങ്ങളുണ്ടായത്. പക്ഷെ സനാതനധർമ്മം ഇവയെ രണ്ടും അതിൻ്റേതായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ധനത്തിന് അതിൻ്റേതായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ധനമില്ലെങ്കിൽ എന്താണ് പറ്റുക? ധനം മാത്രമല്ല, പക്ഷെ ധനത്തിന് അത്യാവശ്യമാണ്. ധനമില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ അത്യാവശ്യമായ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. അവൻ്റെ മനസ്ഥിതി തന്നെ ശരിയാവണമെന്നില്ല. അവന് ഭക്ഷണം മേടിക്കാനോ കുട്ടിക്ക് ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി പോകാനോ സ്കൂളിൽ വിടാനോ പറ്റാത്ത അവസ്ഥ വന്നാലോ അവൻ്റെ മാനസിക നില ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഋഷിമാർ പറഞ്ഞത് അർത്ഥം, കാമം തുടങ്ങിയവയുടെ അഭാവവും അപകടകരമാണ്, പ്രഭാവവും അതുപോലെ ആപത്കരമാണ്. ധനമാണെല്ലാം എന്ന് കരുതുന്ന ഒരാൾ, ധനം കൊണ്ടെല്ലാം വിലയ്ക്ക് വാങ്ങുമെന്ന് കരുതുന്ന ഒരാൾ, അത് ശരിയല്ല. എന്നാൽ ധനത്തിനെ പുച്ഛിക്കുക, ധനത്തെ അനാദരിക്കുന്ന മനസ്ഥിതിയും പാടില്ല. കാമം എന്ന് പറഞ്ഞാൽ ലൈംഗികത മാത്രമല്ല, സന്തോഷം, വിനോദം, വിശ്രമം, മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, ഇതെല്ലാം വരും കാമത്തിൽ. അതിനും സനാതനത്തിൽ സ്ഥാനമുണ്ട്. അപ്പോൾ പുരുഷാർത്ഥ പ്രാപ്തി എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ജീവിത വിജയ പദ്ധതിയാണ് സനാതനധർമ്മം പറയുന്നത്. ഇതാർക്കാണ് വേണ്ടാത്തത്? അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പ്രയോജനങ്ങൾ പറയുമ്പോൾ ഒന്നാമത് സ്വാസ്ഥ്യം, രണ്ടാമത് സമഗ്ര വ്യക്തി വികാസം, മൂന്നാമത് സമ്പൂർണ്ണ ജീവിത വിജയം, നാലാമത് അവനെ മാത്രമല്ല അവൻ ഉൾപ്പെടുന്ന സമാജത്തെ കൂടി നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അണ്ണാറക്കണ്ണനും തന്നാലായിരുന്ന രീതിയിൽ. സേതുബന്ധനത്തിൽ കഥയുള്ളത് ഓരോ വാനരന്മാർ വലിയ വലിയ വൃക്ഷങ്ങളും മലകളുമെല്ലാം കൊണ്ടുപോയിട്ട സമയത്ത് അണ്ണാറക്കണ്ണന് തോന്നി, എനിക്കിതുപോലെയൊന്നും ഉയർത്താൻ കഴിയില്ലല്ലോ, പക്ഷേ ഈ പുണ്യദൗത്യത്തിൽ പങ്കുചേരണം. അദ്ദേഹം നമുക്കറിയാം, കഥകൾ പറഞ്ഞതുപോലെ അദ്ദേഹം കടലിൽ പോയി കുളിച്ചു, മണ്ണിൽ കിടന്നുരുണ്ടു. അവന് പറ്റുന്ന കുറച്ച് മണ്ണുകൾ മാത്രം സേതുബന്ധന പദ്ധതിക്ക് വേണ്ടി സമർപ്പിച്ചു. അന്ന് ശ്രീരാമൻ തടവിയതാണത്രേ ആ വിരൽപ്പാടുകളുടെ മുദ്ര. അതാണ് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്നത്. നമുക്കതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കോഴ്സ് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാനും കഴിയും. ഇങ്ങടത്തേക്ക് പോവുക ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ശ്രേഷ്ഠ സമാജ നിർമ്മാണം എന്ന് പറയുമ്പോൾ കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം, ഇവയൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെയാണ് ശ്രേഷ്ഠ സമാജ നിർമ്മാണം എന്ന് പറയുന്നത്. അതിനുള്ള പദ്ധതി കൂടിയാണ് സനാതനധർമ്മം. അപ്പം എന്തൊക്കെയാണ്? സ്വാസ്ഥ്യം, സമഗ്ര വ്യക്തിവികാസം, സമ്പൂർണ്ണ ജീവിത വിജയം, ശ്രേഷ്ഠ സമാജ നിർമ്മാണം, അതുപോലെ നമ്മുടെയും സമാജത്തിൻ്റെയും എല്ലാത്തരം പ്രശ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണം കണ്ടെത്തി പരിഹരിക്കാൻ പറ്റണം. അതിനുള്ള ഒരു പ്രശ്നപരിഹാര പദ്ധതി കൂടിയാണ് സനാതനധർമ്മം. ഇതാണ് 5 പ്രയോജനങ്ങൾ. സനാതനധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. എന്തൊക്കെയാണ്? സ്വാസ്ഥ്യം, സമഗ്ര വ്യക്തിവികാസം, സമ്പൂർണ്ണ ജീവിത വിജയം, ശ്രേഷ്ഠ സമാജ നിർമ്മാണം, വ്യക്തിയെയും സമാജത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ സമൂല പരിഹാരം എന്ന് പറഞ്ഞാൽ കാരണം കണ്ടെത്തിയുള്ള പരിഹാരം. കാരണം കണ്ടെത്താതെയുള്ള പരിഹാരങ്ങളൊന്നും ശാശ്വതമല്ല. അത് വെറും നീട്ടിവെക്കൽ തന്ത്രമാണ്. ഒളിച്ചു പിടിക്കലോ മറച്ചു വയ്ക്കലോ നീട്ടിവെക്കലോ ആണ്. പ്രശ്നപരിഹാരം കണ്ടെത്തണം. എന്താണ് പ്രശ്ന കാരണം എന്നറിഞ്ഞ് പരിഹരിക്കണം. അപ്പോൾ ഈ 5 പ്രയോജനങ്ങളാണ് സനാതനധർമ്മശാസ്ത്രത്തിനുള്ളത്. ഇതെല്ലാം ഈ ലോകത്തിന് കിട്ടണമെങ്കിൽ നമുക്കിതുപോലെ 5 കടമകൾ ചെയ്യണം. ഒന്ന്, ഈ ശാസ്ത്രത്തെ നന്നായി പഠിക്കണം. അത് ഗുരുപരമ്പരയിൽ തന്നെ പഠിക്കണം.
കാരണം ആർഷ ഗുരുപരെന്ന് പഠിച്ചെങ്കിൽ ഈ പദ്ധതി കിട്ടൂ. ഇത് കാണുന്ന ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചാൽ ഇടയ്ക്കുള്ള അറിവുകൾ കിട്ടും, പക്ഷേ ഒരു പദ്ധതിയുടെ രീതി കിട്ടില്ല. എല്ലാം നല്ല പുസ്തകങ്ങൾ തന്നെ, പുസ്തക വിരോധിയല്ല നമ്മൾ. പക്ഷെ ഗീത എടുക്കുക. അർജുനന് യുദ്ധക്കളത്തിൽ വെച്ച് ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നു. ശ്രീകൃഷ്ണനോട് അതിൻ്റെ പരിഹാരം, മാർഗദർശനം ചോദിക്കുന്നു. അങ്ങനെ അർജുനനെ പഠിപ്പിക്കുന്ന ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത. കാരണം ഇവർക്ക് കുറച്ച് സനാതനം നേരത്തെ അറിയാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് എല്ലാവരും പഠിച്ചത്, പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഒരു ധാർമ്മിക പ്രശ്നത്തിൽ ഒരു പരിഹാരം മാത്രം ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഗീത. അത് മാത്രം പഠിച്ചാൽ സനാതനത്തെ ചിട്ടയോടെ പഠിച്ച പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ നിമിഷ ഫാത്തിമ ഗീത ചൊല്ലലിൽ 1ാം സമ്മാനം കിട്ടിയ ചിന്മയ മിഷനെ തന്നെ പഠിച്ച് ഗീതാപാരായണ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സമ്മാനം കിട്ടിയ കുട്ടിയുണ്ട്. നിമിഷ എന്നാണ് പേര്. നിങ്ങൾക്കറിയാമോ നിമിഷ ഇന്ന് എവിടെയാണെന്നറിയാമോ? എവിടെയാണ് നിമിഷ? ആർക്കറിയാം? ഞാൻ ചോദിക്കാത്തത് കൊണ്ട് നിമിഷ ഇന്ന് എവിടെയാണ് അറിയാൻ പാടില്ലേ? നിമിഷ ഇന്ന് എവിടെയാണ്? അഫ്ഗാൻ ജയിലിലാണ്. ഗീത അറിയില്ലാഞ്ഞിട്ടല്ല, ആ ശ്ലോകങ്ങൾ മാത്രം മനഃപ്പാഠമാക്കിയിട്ട് കാര്യമില്ല. കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് കോഴ്സ് പഠിച്ചവർക്ക് ഗീത നന്നായി മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഒരു ബാലപാഠങ്ങൾ പോലും പഠിക്കാത്ത ഒരാൾക്ക് ഷേക്സ്പിയർ കൃതി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇംഗ്ലീഷിന്റെ അക്ഷരമാലയും വ്യാകരണ നിയമം പഠിക്കുന്നതിന് മുമ്പ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ്. അല്ല, ഗീത മോശമായതുകൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഒരാളെ ഒന്നും അറിയാത്ത ഒരാൾ, സനാതനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ, സനാതനത്തെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ അവരതിൻ്റെ പദപരിചയം മുതൽ ആരംഭിച്ച് അതിൻ്റെ പ്രയോജനങ്ങൾ മനസ്സിലാക്കി വളരെ ചിട്ടയോടുകൂടി പഠിപ്പിക്കുന്ന ഗുരുപരമ്പരകിടി പഠിച്ചെങ്കിൽ മാത്രമേ അറിവ് വരൂ. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 24 വർഷങ്ങൾക്കിടയിൽ 7200ഓളം പേരെ തിരികെ കൊണ്ടുവരുവാൻ ആർഷ വിദ്യാസമാജത്തിന് കഴിഞ്ഞത്. അവിടെ ജിജ്ഞാസുക്കൾ, ഇവിടെ അല്പം ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നത്. അല്പം ജിജ്ഞാസുക്കളോ അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ളവരോ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ ആർഷ വിദ്യാസമാജത്തിൻ്റെ പടികേറി വന്നവർ സനാതനധർമ്മം എന്ന വാക്ക് പോലും കേൾക്കാത്തവരാണ്. സനാതനധർമ്മം എന്ന വാക്ക് കേട്ടിട്ടില്ലെങ്കിലും ഹിന്ദുധർമ്മത്തെക്കുറിച്ച് കഠിനമായ വിദ്വേഷമുണ്ടായി വന്നവരാണ്. ഈശ്വര പ്രതീകങ്ങളെ സാത്താൻ എന്ന് കരുതി ഇടത്തോട്ട് നോക്കി തുപ്പിയിരുന്നവരാണ്. നമ്മുടെ ഗുരുപരമ്പരകളെ നരകാവകാശികളാക്കി ചിത്രീകരിച്ചിരുന്നവരാണ്. കുടുംബത്തിന് മാത്രമല്ല, നാടിനും രാഷ്ട്രത്തിനും ലോകത്തിന് തന്നെ എതിരായി ചാവേറാകാൻ പോയിരുന്നവരാണ്. കരഞ്ഞ് കാലുകളെ പിടിക്കുന്ന മാതാപിതാക്കളുടെ കൈകൾ കാലുകളാൽ അഹംഭാവപൂർവ്വം തട്ടിയെറിഞ്ഞ് നടന്നു നീങ്ങിയവരാണ്. കരയുന്ന സഹോദരന്മാരെ അവഗണിച്ച് നടന്നു നീങ്ങിയവരാണ്. പൂജാരിമാരോ ജ്യോതിഷികളോ സന്യാസികളോ കൗൺസിലിംഗ് വിദഗ്ധന്മാരോ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നവരാണ്. പോലീസ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഗൗനിക്കാതിരുന്നവരാണ്. അഭിഭാഷകർ ഉപദേശിച്ചിട്ടും ഫലമില്ലാതിരുന്നവരാണ്. കോടതി പറഞ്ഞിട്ട് പോലും ഗൗനിക്കാതിരുന്നവർ. അങ്ങനെയുള്ളവരാണ് ആർഷ വിദ്യാസമാജത്തിൽ വന്നത്. അവരിൽ ഒരാളോടെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആർഷ വിദ്യാസമാജം പ്രവർത്തകർ, ആർഷ വിദ്യാസമാജ അധ്യാപകർ ഏറ്റെടുത്ത റിസ്ക് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ള കണ്ടിട്ട് 5 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളവിടെ വരുമ്പോൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാത്തവരാണ്, പുച്ഛരീതി കാണുന്നവരാണ്. അവിടെ നമ്മുടെ ആശ്രമത്തിലുള്ള ഈശ്വരൻ്റെ പ്രതീകങ്ങളും ഗുരുക്കന്മാർ ചിത്രങ്ങളും നോക്കി അപഹസിച്ചിരുന്നവരാണ്. അവരോട് സംസാരിച്ച് അവരെ തിരികെ കൊണ്ടുവന്നുവെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ കരുത്തെന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ മനുഷ്യൻ ചോദിക്കുന്ന എല്ലാത്തരം ചോദ്യങ്ങൾക്കും
എല്ലാത്തരം വിമർശനങ്ങൾക്കും സംശയാതീതമായ മറുപടി നൽകിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നവരെ, അവരുടെ തെറ്റായ ആശയങ്ങളെ പരമാവധി ന്യായീകരിക്കാൻ പറഞ്ഞു. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ച് ന്യായീകരിച്ച് രക്ഷപ്പെടാൻ പറഞ്ഞു. രക്ഷയില്ല. അങ്ങനെ പഠിച്ചിരുത്തം വന്നവരാണ്. അങ്ങനെയുള്ള കോഴ്സാണ് ഇന്നത്തെ ആവശ്യം. അങ്ങനെയുള്ള കോഴ്സ് ഇല്ലാതെ ഇരുന്നാൽ ആയിരങ്ങൾ മതം മാറ്റപ്പെട്ടു പോകും. കാരണം അവരുടെ തന്ത്രങ്ങൾ അത്രയേറെ ശക്തമാണ്. ഇന്ന് ചെറുപ്പകാലം മുതൽ നമ്മുടെ കുട്ടികളെ പിടികൂടുന്ന രീതിയിലുള്ള തന്ത്രങ്ങളാണ് പലരും പയറ്റുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം എടുത്ത് നോക്കിയാൽ ചെറുപ്പം മുതൽ തന്നെ പിടികൂടുന്ന പലതരം ബ്രെയിൻ വാഷിംഗ് ഉണ്ട്. ഒന്ന് മാത്രമല്ല, സെമിറ്റിക് ആശയങ്ങളുണ്ട്, അമിത രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, മെക്കാളയിസത്തിൻ്റെ കാര്യങ്ങളുണ്ട്, എത്തീസത്തിൻ്റെ കാര്യങ്ങളുണ്ട്, പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുണ്ട്. ഇതെല്ലാം ചെറുപ്പകാലം മുതൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ച് വ്യക്തിക്കും സമാജത്തിനും എല്ലാവിധ നന്മകളും നൽകുന്ന സനാതനധർമ്മം പഠിപ്പിച്ച് അവരെ എല്ലാം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഒന്നല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, 7000-ലേറെ പേരെ തിരികെ കൊണ്ടുവന്നു. അതിൽ 1000-ഓളം പേർക്ക് ഇങ്ങനെയുള്ള ബ്രെയിൻ വാഷിങ്ങളെ എതിരിടാനുള്ള കഴിവ് ലഭിച്ചു. ഈ 7000-ലേറെയുള്ളവർ 1000-ഓളം പേർക്ക് ഈ കൗൺസിലിംഗ് എല്ലായിടത്തും ചെയ്തെത്തിക്കാൻ കഴിവ് ലഭിച്ചു. അതിൽ 20ഓളം പേര് ആർഷവിദ്യാസമാജത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകരായി. അതിൽ 4 പേര് അവർ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ രചിച്ചു. ഇവിടെ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ആ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് മുഖചിത്രമെങ്കിലും കണ്ടിട്ട് പോവുക. നമ്മുടെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്കതിൽ വായിക്കാം. ഒരിക്കലും നമുക്കങ്ങനെയൊന്നും വരില്ല എന്ന് കരുതിയിരിക്കരുത്. അങ്ങനെ വരുന്നവർ, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ മക്കളെ കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളങ്ങനെ വരാതിരിക്കട്ടെ. ഏതായാലും നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കോ കോളേജുകളിലേക്കോ പറഞ്ഞു വിടുമ്പോൾ നമ്മളിതൊന്നും പഠിപ്പിക്കാതെ ആയിരിക്കാം വിടുക. പക്ഷെ അവർ ചെന്നിരിക്കുന്ന സ്കൂൾ മുറികളിൽ അവരെ മാറ്റാനുള്ള പലതരം തന്ത്രങ്ങളുണ്ട്. അവരിരിക്കുന്ന ബെഞ്ചിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ മതം പഠിച്ച് സ്വാധീനിച്ച് വന്നവരാണ്. അവർ നമ്മുടെ ധർമ്മത്തിനെതിരെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കും. അച്ഛനന്മാരെ ചോദിച്ചാൽ അച്ഛനന്മാർക്ക് മറുപടിയില്ല. ഗൂഗിളിൽ പരതിയാൽ ഗൂഗിളിൽ നല്ല സിസ്റ്റമാറ്റിക്കായ കോഴ്സില്ല. അവരെവിടെ പോകും? ഹിന്ദു ആണെന്ന് ലജ്ജിച്ചിരിക്കും. അപകർഷതാബോധമുണ്ടാക്കും. ആദ്യം അവർ ഹിന്ദുവാണെന്ന് പറയാൻ ലജ്ജിക്കും. മനുഷ്യരെ പതുക്കെ അവരിൽ കുറേ പേർ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. കുറച്ചു പേർ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ എതിരായ ചാവേറുകളായി മനുഷ്യബോംബായി മാറും. ഇതാണ് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്താണ് ചോദിച്ചാൽ, ഈ ശാസ്ത്രം നൽകിക്കൊണ്ട് ശ്രീ പരമേശ്വരൻ പറഞ്ഞ ഒരു നിർദ്ദേശം നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ്. എന്താണ് നിർദ്ദേശം എന്നറിയാമോ? പഞ്ചമഹാകർത്തവ്യങ്ങൾ എന്ന് പറയും. പഞ്ചമഹായജ്ഞങ്ങളല്ല, പഞ്ചമഹാകർത്തവ്യങ്ങൾ. ഇത് നന്നായി പഠിക്കണം. അധ്യയനം. രണ്ടാമത്, ഇതിൻ്റെ ജീവിത തത്വങ്ങളും അഭ്യാസങ്ങളും നിയമങ്ങളും നിത്യജീവിതത്തിലേക്ക് പകർത്തണം. അനുഷ്ഠാനം. അധ്യയനം, അനുഷ്ഠാനം. മൂന്നാമത്, പ്രചാരണം. നമുക്ക് കഴിയുന്ന എല്ലായിടത്തേക്കും പ്രചരിപ്പിക്കണം. അല്ലാതെ നമുക്ക് മാത്രം വച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. കിണ്ണുന്തോ വിശ്വമാരി എന്ന് പറഞ്ഞത് ഈ വിശ്വം മുഴുവൻ എത്തിക്കാനാണ് പറഞ്ഞത്. 4, പഠിപ്പിക്കാൻ കഴിവുണ്ടാകുമ്പോൾ, നമ്മളെ പഠിപ്പിച്ച ഗുരുവിന് ബോധ്യപ്പെടുമ്പോൾ മാത്രം പഠിപ്പിക്കാൻ തുടങ്ങുക. അല്ലാത്തപ്പോൾ ക്ലാസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക, എല്ലായിടത്തും ക്ലാസ്സുകൾ നടത്തുക, അതിനുള്ള വ്യവസ്ഥകൾ ചെയ്യുക. 5, സംരക്ഷണം. അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം. എന്താണ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ? ധർമ്മത്തെയും ജനതയെയും മാത്രമല്ല, ലോകത്തെയും അടുത്ത തലമുറയെയും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംരക്ഷണം എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ, 5 കർത്തവ്യങ്ങൾ, പഞ്ചമഹാകർത്തവ്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനൊരവസ്ഥ വരില്ല.
ഒരു ഗുരുതരമായ അലംഭാവമാണ് നമ്മൾ കാട്ടിയത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ പരമേശ്വരൻ ഈ മാനവരാശിക്ക് വേണ്ടി നൽകിയ അതിമഹത്തായ അത്യന്തം ശ്രേഷ്ഠമായ ഈ ധർമ്മത്തിലുള്ള കടമ ചെയ്യുന്ന നമ്മൾ പരാജയപ്പെട്ടു. ആ ഒരു ന്യൂനത ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് തിരുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് ആർഷവിദ്യാസമാജം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർഷവിദ്യാസമാജം 1999 രൂപീകരിച്ചത് തന്നെ ഈ പഞ്ചമഹാകർത്തവ്യങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയാണ്. സനാതനധർമ്മത്തിൻ്റെ അധ്യയനത്തിന് കോഴ്സുകൾ ഉണ്ടാക്കി, ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് ഉണ്ടാക്കി, ഭാരതീയ സംസ്കൃതി കോഴ്സ് ഉണ്ടാക്കി, സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം കോഴ്സ് ഉണ്ടാക്കി, യോഗ വിദ്യാ കോഴ്സ് ഉണ്ടാക്കി. അതിൻ്റെ പല തലങ്ങൾ. ഇപ്പോൾ വിദ്യാജ്യോതി സ്കോളർഷിപ്പ് പദ്ധതി ഉണ്ടാക്കി. ഇനി സുദർശനം പാഠ്യപദ്ധതി വരാൻ പോകുന്നു. എല്ലാത്തരം ബ്രെയിൻ വാഷിങ്ങിനെ നീക്കാൻ പറ്റിയ പദ്ധതി. ഇങ്ങനെ നിരവധി പദ്ധതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ധർമ്മപ്രചാരക പദ്ധതി എന്നുള്ളതാണ്. ധർമ്മപ്രചാരക പദ്ധതി എന്താണ്? നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് ചിന്തിച്ച് നോക്കുക. എന്താണ് നമ്മുടെ പ്രശ്നത്തിന് കാരണം? ഇത്രയേറെ മഹത്തായിട്ടും ഇത്രയേറെ മഹാപുരുഷന്മാരെ ജന്മം നൽകിയതായിട്ടും എല്ലാ മേഖലയിലും ഉയർന്ന മറ്റൊരു ദർശനമില്ല. ഏത് മേഖല എടുത്താലും സനാതനധർമ്മത്തോട് പകരം വയ്ക്കാൻ പറ്റിയ ദർശനമില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ ഇവിടെ മാത്രമായി ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? നമ്മളിന്ന് കുട്ടികൾ ഓരോ ദിവസം പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഡിഫൻസ് മോഡിലായത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കൂളിലേക്കും കോളേജിലേക്കും അയക്കുന്ന കുട്ടി അങ്ങനെ തന്നെ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നാളെ അവർ വേറെ രീതിയിൽ പോകാനുള്ള സാധ്യതകളാണ് ഏറെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്രയ്ക്ക് ബ്രെയിൻ വാഷിംഗ് തന്ത്രങ്ങളുമായി കാത്തിരിക്കുന്നവർ, പതിയിരിക്കുന്നവർ ഏറെയാണ്. എന്താണ് കാരണം? നമ്മളിത് പഠിപ്പിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള വ്യവസ്ഥ ചെയ്തില്ല. ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ധീരമായ ശ്രമമാണ് ധർമ്മപ്രചാരക പദ്ധതി. ഇന്ന് ലോകത്തെങ്ങും ക്രിസ്തുമതം എത്തിയിട്ടുണ്ട്. 100-ലേറെ രാജ്യങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ലോകമെങ്ങും ഇസ്ലാം എത്തിയിട്ടുണ്ട്. 70-ലേറെ രാജ്യങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. സനാതനധർമ്മം, ഇത്രയേറെ മഹത്തായ സനാതനധർമ്മം, ശ്രീരാമനും ശ്രീകൃഷ്ണനും എണ്ണമറ്റ മഹായോഗികളും സിദ്ധന്മാരും മഹാപുരുഷന്മാർക്കും ജന്മം നൽകിയ സനാതനധർമ്മം ഭാരതത്തിൽ മാത്രം ഡിഫൻസ് മൂഡിലാണ്, പ്രതിരോധ മൂഡിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ? അല്ല. ഇതിനു വേണ്ടി ജീവിക്കാൻ, മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഇതിനു വേണ്ടി കുറച്ച് പേരെങ്കിലും ജീവിക്കണം. ഇതിനു വേണ്ടി സമയവും ഊർജ്ജം കൊടുക്കാൻ പറ്റിയ കുറച്ച് പേർ മുന്നോട്ട് വരണം. ഇത് ശരിക്കും പഠിച്ചിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരുവാനും നല്ല രീതിയിൽ സേവനം ചെയ്യാനുമുള്ള ഒരു പദ്ധതിയാണ് ധർമ്മപ്രചാര പദ്ധതി. ഇവിടെ കൂടിയിരിക്കുന്നവരോട് എനിക്കുള്ള അഭ്യർത്ഥന, ഒന്നുകിൽ നിങ്ങൾ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിന് പറ്റുന്നവരാണെന്ന് തോന്നിയാൽ അവരുടെ നമ്പറുകൾ ഞങ്ങൾക്ക് തരിക. ഇവിടെ നമ്മുടെ ലക്കിലേക്ക് കൊണ്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ച് പറയും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് സ്പോൺസർ ചെയ്യും. ഒരു മാസത്തിൽ ഒരു നിശ്ചിത തുക, ഒരു വർഷമെങ്കിലും നിശ്ചിത തുക ഇവർക്കായി മാറ്റിവെക്കുക. ഒരു വർഷം നിങ്ങൾ നോക്കുക, നിങ്ങൾ മുടക്കിയ പൈസ ഈ സമാജത്തിന് 10 മടങ്ങായി തിരിച്ച് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം സ്പോൺസർഷിപ്പ് നിർത്തിക്കും. പക്ഷേ നിങ്ങൾ മുടക്കുന്ന പൈസ വളരെയേറെ ഇരട്ടിയായി, എത്രയോ ഇരട്ടിയായി ഈ സമാജത്തിനും ധർമ്മത്തിനും ലഭിക്കുമെന്ന് ഉറപ്പ് പറയാം. ആയിരക്കണക്കിന് ധർമ്മപ്രചാരകർ ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇസ്ലാം കൂടുതൽ വളർന്നത്, എന്തുകൊണ്ടാണ് ക്രിസ്തുമതം എല്ലായിടത്തും എത്തിയത്. സനാതനത്തിന് ശേഷമുണ്ടായതാണ് ബുദ്ധമതം. പക്ഷെ ബുദ്ധമതം 14 രാജ്യങ്ങളിൽ ശക്തമാണ്. 14 രാജ്യങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണ്? പണ്ടത്തെ മഹായോഗികൾ തുടക്കമിട്ട ധർമ്മപ്രചാര പദ്ധതി പുനഃസ്ഥാപിക്കേണ്ട സമയമായി. അതിലുള്ള അലംഭാവം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ വലിയ പ്രിയ പദ്ധതിയായിരുന്നു. ഓരോ വീടുകളും കയറിയിറങ്ങി പ്രവർത്തിക്കുന്ന ധർമ്മപ്രചാരകർ, മിഷണറിമാരുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു. ഈ പദ്ധതിക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചതുപോലും. പക്ഷെ അദ്ദേഹം
സമാധിയായി പെട്ടെന്ന്. ഏതായാലും നമ്മുടെ ആവശ്യം, നമ്മുടെ എല്ലാവരുടെയും അടിയന്തര ആവശ്യം ഈ സനാതന ധർമ്മത്തെ ശരിയായി പഠിച്ചുകൊണ്ട് ആരെയും ബോധ്യപ്പെടുത്താൻ ശേഷിയുള്ളവരായി മാറ്റിക്കൊണ്ടാണ് വിടേണ്ടത്. ആശവിദ്യാസമാജത്തിൻ്റെ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉറപ്പ് ഞാൻ തരാം. 3 കണ്ടീഷൻസ് ഉള്ള ആരെയും നിങ്ങൾക്ക് ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സനാതന ധർമ്മ സന്ദേശം എത്തിക്കാൻ കഴിയും. 3 കണ്ടീഷൻസ് വേണം. ഏതൊക്കെയെന്നറിയാമോ? 1, നമ്മൾ ആരോടാണോ സംസാരിക്കാൻ പോകുന്നത് അവർ നമ്മളുമായി സംസാരിക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കണം. 2, അവർക്കൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. റീസണിങ് പവറും കോമൺ സെൻസും ഉണ്ടായിരിക്കണം. 3, ശരി ബോധ്യപ്പെടുത്തി കൊടുത്താൽ അംഗീകരിക്കാനുള്ള ഒരു പ്രതിബദ്ധതയെങ്കിലും കാണിക്കണം. ഈ 3 കണ്ടീഷൻസ് ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മുടെ സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് മതം മാറ്റമല്ല, അതൊരു മനം മാറ്റമാണ്. ശരിയായ ഈശ്വര ദർശനത്തിലേക്കും ജീവദർശനത്തിലേക്കും മടങ്ങിപ്പോക്കാണ്. ഇവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർ അറേബ്യയിൽ നിന്നോ സിറിയയിൽ നിന്ന് വന്നവരൊന്നുമല്ല, നമ്മുടെ തന്നെ സഹോദരന്മാരാണ്. ഒരേ പൈതൃകമാണ് അവരുടെ രക്തത്തിലുള്ളത്. 300, 400, 500 വർഷം മുമ്പ് മാത്രം മതം മാറിപ്പോയവരാണ്. തെറ്റിദ്ധാരണ കൊണ്ടാവാം, ബ്രെയിൻ വാഷിംഗ് കൊണ്ടാവാം, ആക്രമണ ഭീതി കൊണ്ടാവാം, നമ്മുടെ തന്നെ ചില തെറ്റായ കാര്യങ്ങൾ കൊണ്ടാവാം, ജാതി പോലുള്ള കാര്യങ്ങളെ കൊണ്ടാവാം. എന്ത് കാരണം കൊണ്ടുണ്ടാവട്ടെ, അവരെ ശരിയായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ വലിയൊരു സുവർണാവസരമാണ് ഈ ധർമ്മപ്രചാര പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് തിരുനക്കര ക്ഷേത്രം, തിരുനക്കര അപ്പൻ്റേതായ ഈ കോട്ടയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അതിവേഗം ക്രൈസ്തവവൽക്കരിച്ചത് എന്നതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ സെമിറ്റിക് ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്? നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണ്. നമ്മുടെ പല പ്രശ്നങ്ങളുണ്ട്. ഈ ധർമ്മത്തോട് കാട്ടിയ അവഗണനയുണ്ട്. സ്വാമിജി പറഞ്ഞതുപോലെ ധർമ്മ ഏവ ഹതോഹന്തി ധർമ്മോ രക്ഷിത രക്ഷിത എന്നാണ്. ഈ ധർമ്മത്തോട് അവഗണന കാട്ടിയാൽ, അലംഭാവം കാട്ടിയാൽ ഈ ധർമ്മം നമ്മളെ ശിക്ഷിക്കും. ഇത് പ്രകൃതി വ്യവസ്ഥയാണ്. ഈ ധർമ്മത്തെ ആരാണോ അനുകൂലിക്കുന്നത്, അവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഈ പ്രകൃതിയുടെ എല്ലാ, ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കൈവരും. നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു രാജാവിന്, തിരുവിതാംകൂറിലെ പ്രസിദ്ധനായ ഒരു രാജാവിന് ഒരു കാർ സമ്മാനമായി കിട്ടി. വ്യക്തമല്ലേ ഞാൻ പറയുന്നത്? വ്യക്തമല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ ശബ്ദം? തിരുവിതാംകൂറിലെ, ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രസിദ്ധനായ രാജാവിന് ഒരിക്കലും ഒരു കാർ സമ്മാനമായി കിട്ടി. തിരുവിതാംകൂറിലെ ആദ്യത്തെ കാറാണ്. അദ്ദേഹം ആ കാറിലാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ അദ്ദേഹം പോകുന്ന വഴിക്ക്, അന്ന് ഇതുപോലെ റോഡൊന്നുമില്ല, റോഡ് നിയമങ്ങളില്ല, ട്രാഫിക് പോലീസുകാരനില്ല. അതുകൊണ്ട് തന്നെ ഏതോ വഴിപോക്കൻ ഈ കാറിന് വട്ടം ചാടി. കാറിന് നിയന്ത്രണം, ഇന്നത്തെ പോലെ സജ്ജീകരണമൊന്നുമില്ല, കാറിന് നിയന്ത്രണം കിട്ടിയില്ല. ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ആ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമായി. ഈ പാവം മനുഷ്യനെ ഇടിച്ചു. ഈ വഴിപോക്കൻ മരിച്ചു. ഒരു രാജാവിന് വളരെ വിഷമം വന്നു. ഇന്ന് എത്ര പേരെ ഇടിച്ചു വന്നാലും മന്ത്രിമാർക്ക് വിഷമം വരില്ല, പക്ഷെ രാജാവിന് വിഷമം വന്നു. രാജാവ് എന്ത് ചെയ്തു? അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഒരു ജ്യോതിഷിയെ കണ്ട് പ്രശ്നം വയ്പ്പിച്ചു. ഈ ജ്യോതിഷി പ്രശ്നം വച്ചിട്ട് പറഞ്ഞു, ഈ കാർ ദുശകുനം പിടിച്ച കാറാണ്, ഈ കാർ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും മഹാത്മാവിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അന്ന് മഹാത്മാക്കൾക്ക് യാതൊരു പഞ്ഞവുമില്ലായിരുന്നു തിരുവിതാംകൂറിൽ. അന്ന് തന്നെ ചട്ടമ്പി സ്വാമികൾ ജീവിച്ചിരിക്കുന്ന സമയമാണ്, ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ അവരെയൊന്നും അദ്ദേഹം മഹാത്മാവായിട്ട് കണ്ടില്ല. ജാതി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം കാരണം. ഏതായാലും ഇദ്ദേഹം ഈ കാർ കൊടുത്തത്, ദാനം ചെയ്തത് ഫാദർ ബെൻസിജർ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതനാണ്. ഈ ഫാദർ ബെൻസിജർ എന്ന് പറഞ്ഞാൽ ആ ദിവസം വരെ നമ്മുടെ എല്ലാ ഈശ്വര പ്രതീകങ്ങളെയും അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ശ്രീപത്മനാഭനെ വിശേഷിപ്പിച്ചത് കിടക്കുന്ന സാത്താൻ എന്നാണ്. ഫാദർ ബെൻസിജർ മതം മാറ്റാൻ വേണ്ടി പ്രഭാഷണം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത്
ഹിന്ദുക്കൾക്ക് കുറേ സാത്താന്മാരുണ്ട്, ഇരിക്കുന്ന സാത്താന്മാരുണ്ട്, നിൽക്കുന്ന സാത്താനുണ്ട്, കിടക്കുന്ന സാത്താനുണ്ട്. കിടക്കുന്ന സാത്താൻ ശ്രീപത്മനാഭൻ. ഇങ്ങനത്തെ രീതിയിലാണ്. ശ്രീപത്മനാഭന് സർവവും സമർപ്പിച്ച ഒരു രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. നിങ്ങൾക്കറിയാം അല്ലേ? ശ്രീപത്മനാഭദാസ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ തുടക്കം തന്നെ, പേരിൻ്റെ തുടക്കം തന്നെ. ആ രാജകുടുംബത്തിൽപ്പെട്ട രാജാവ് ഇത് മനസ്സിലാക്കാതെയാണോ എന്നറിയില്ല, ഈ കാർ കൊടുത്തത് ഫാദർ ബെൻസിജർ എന്ന് പറയുന്ന ഈ പാതിരിക്കാണ്. ഇയാൾ എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്തുമതത്തോട് വലിയ കൂറുള്ള ആളായിരുന്നു. അയാളുടെ ആ മതത്തോടുള്ള കൂറ് നമ്മൾ പഠിക്കണം. അദ്ദേഹം എന്ത് ചെയ്തു? ഈ കാർ ഇഷ്ടം പോലെ ചെയ്യാനുള്ള അവകാശം എനിക്ക് വേണമെന്ന് രാജാവിനോട് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, ഞാൻ ദാനം ചെയ്തതല്ലേ, ദാനം ചെയ്ത കാര്യത്തിൽ ഇതന്ന മമ, ഇതെൻ്റെ അല്ല എന്നാണ് എൻ്റെ വീക്ഷണം, പിന്നെ ഞാനൊന്നും ചിന്തിക്കില്ല എന്ന് പറഞ്ഞു. ഫാദർ ബെൻസിജർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കാർ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ലേലം ചെയ്തു. പല ആൾക്കാരെ കത്തയച്ച് വിളിച്ചു വരുത്തി. ഈ കത്തയച്ച് വിളിച്ചു വരുത്തുമ്പോൾ നല്ല ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം ശ്രീപത്മനാഭനെ സാത്താൻ എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ശ്രീപത്മനാഭനെ ദർശിച്ച ആദ്യത്തെ കാറാണ്, തിരുവിതാംകൂർ രാജവംശം സഞ്ചരിച്ച കാറാണ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ കാറാണ്, ഇതാണ് ലേലം ചെയ്തത്. അങ്ങനെ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു. ഒരു ജ്യോതിഷി, ഒരു ഹിന്ദു ജ്യോതിഷി ദുശകുനം പിടിച്ച കാർ ആണ് എന്ന് പറഞ്ഞ ഈ കാർ വാങ്ങാനായിട്ട് അന്നത്തെ ധനാഢ്യന്മാരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വന്നു. ലേലം മുറുകി. ഈ കാർ അഭിമാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കിക്കൊണ്ട് ധാരാളം പേര് മത്സരത്തിനെത്തി ലേലത്തുക കൂട്ടി. ഫാദർ ബെൻസിജർ വലിയ സന്തോഷമായി. ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ആ കാർ ലേലം ചെയ്ത് വിറ്റു. ഇനിയാണ് കളി. ആ പൈസ കൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭ തിരുവിതാംകൂർ വ്യാപിച്ചത്, പടർന്നത്, പന്തലിച്ചത്. ഇതെങ്ങനെ ഉപയോഗിച്ചു എന്ന് പഠിക്കണം. ഫാദർ ബെൻസിജറിന് പഠിക്കണം. സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കാൻ പോയില്ല, രത്ന തുലാഭാരം ഉണ്ടാക്കാൻ പോയില്ല, നിരത്തുകളിലൊക്കെ രത്നം വിതറാൻ പോയില്ല, സ്വർണ്ണരഥം ഉണ്ടാക്കാൻ പോയില്ല, തങ്കക്കട്ടികൾ ഉണ്ടാക്കാൻ പോയില്ല. അദ്ദേഹം ചെയ്തതെന്നറിയാമോ? ആദ്യം ഏതാണ് വേണ്ടതെന്നതിനറിയാമായിരുന്നു. ക്രിസ്തുമത പ്രചാരണത്തിന് ആദ്യം വേണ്ടത് സ്വർണ്ണ കുരിശോ സ്വർണ്ണ പള്ളികളോ അല്ലെങ്കിൽ കൊടിമരങ്ങളൊന്നും അല്ല വേണ്ടതെന്നതിനറിയാമായിരുന്നു. ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടതിന് ആദ്യം പ്രാധാന്യം കൊടുത്തു. എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൈസ കൊണ്ട് കൊല്ലം ജില്ലയിൽ വാരുവയലിൽ സെന്റ് തെരേസാസ് മിഷണറി പരിശീലന കേന്ദ്രമാണ് ആദ്യം തുടങ്ങിയത്. അവിടുത്തെ കെട്ടിടങ്ങളും ആദ്യം ചെറിയ കെട്ടിടം വച്ചിട്ട് രാജാവിനെ കൊണ്ട് തന്നെ സഹായമൊക്കെ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവിടെ ഷോർട്ട് ടൈം കോഴ്സുകളും ലോങ് ടൈം കോഴ്സുകളും പഠിപ്പിച്ചു. ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിപ്പിച്ചത് മിഷണറി പ്രവർത്തകരെ വാർത്തെടുക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷ വേല. വേലക്കാർ കുറവ്, കൊയ്ത്തിനുള്ള ഒരുങ്ങിയ നിലങ്ങൾ ധാരാളം. അതുകൊണ്ട് ഇതെനിക്ക് ക്രിസ്തുവിനായി കൊയ്യുക എന്ന് പറഞ്ഞവരെ പഠിപ്പിച്ചു. ലോങ് ടൈം കോഴ്സാണെങ്കിൽ അവരുടെ പുരോഹിതരെ, പള്ളിയിലെ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പരിശീലിപ്പിക്കാനുള്ള കോഴ്സാണ്. പക്ഷേ ഈ ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ഞാൻ പറയുന്ന പോലെ പറയുക, ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുക, കണ്ണുമടച്ച് ചെയ്യുക, ഫലങ്ങൾ വരും. അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. അന്ന് നമ്മുടെ തലതിരിഞ്ഞ ചില മാമൂൽ വാദങ്ങളുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ആൾക്കാരെ പുറത്ത് ചാടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു. എങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കാം, ഒരാളെങ്ങനെ പുറന്തള്ളാം എന്ന് കാത്തിരിക്കുന്ന മാമൂൽവാദികളായ ആൾക്കാരാണെന്നുണ്ടായിരുന്നു. സനാതന ധർമ്മത്തോട് സ്നേഹമൊന്നുമില്ല, ചില ആചാരങ്ങളോടായിരുന്നു സ്നേഹം. ജാതിയോട് മാത്രമേ കൂറുള്ളൂ, ധർമ്മത്തോട് സ്നേഹമില്ല, ഈശ്വരോട് സ്നേഹമില്ല. അവൻ എങ്ങനെ പുറന്തള്ളാം എന്നാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. ഈ ഷോർട്ട് ടൈം കോഴ്സ്, മിഷണറി പരിശീലന കോഴ്സ് പഠിച്ചിറങ്ങിയവർ
അങ്ങനെ എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങി. ധാരാളം പേര് ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഫാദർ ബെൻസിജർ മേൽനോട്ടം വഹിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവർ ചിലപ്പോൾ നാളെ ചാടിപ്പോവാം. അതിന് അവർക്ക് പള്ളികൾ സ്ഥാപിക്കണം. പള്ളികൾ സ്ഥാപിക്കാനായിട്ട് ഇന്നത്തെ പള്ളികൾ പോലുള്ള പള്ളികളൊന്നുമല്ല, ചെറിയ ഷെഡ് പോലുള്ള കേന്ദ്രങ്ങൾ, ആൾക്കാർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഷെഡുകളായാലും കുഴപ്പമില്ല, നാളെ പള്ളികളായി ഉയരും. അവിടെ വിളിച്ച് പള്ളികൾ ഉണ്ടാക്കുക, പ്രാഥമിക പള്ളികൾ. അതിനോടനുബന്ധിച്ച് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുക, ഇവരുടെ വിദ്യാഭ്യാസം. അതുപോലെ തന്നെ ചെറിയ ആതുരാലയങ്ങൾ, ആശുപത്രികൾ ഉണ്ടാക്കുക, ചെറിയ ആശുപത്രികൾ. ഇന്നത്തെ പോലുള്ള ആശുപത്രികളൊന്നുമല്ല, ചെറിയ ചികിത്സാ കേന്ദ്രം, ഒരു വൈദ്യനെയൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അതുപോലെ ഈ വരുന്ന ആൾക്കാരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എല്ലാ ഞായറാഴ്ചയും വരിക, സൺഡേ സ്കൂൾ കുട്ടികൾ നിർബന്ധമാക്കുക. ഇനി പള്ളിയിലച്ഛനും കന്യാസ്ത്രീക്കൊക്കെ താമസിക്കാൻ വേണ്ടി പ്രത്യേകം ചെറിയ വീടുകൾ ഉണ്ടാക്കുക. ഈ ലക്ഷ്യങ്ങളാണ് മിഷണറി പ്രവർത്തകർക്ക് കൊടുത്തത്. ഈ മിഷണറി പ്രവർത്തകർ വളരെയേറെ പ്രവർത്തിച്ചു. എത്ര പേരാണെന്നറിയാവോ അദ്ദേഹം മതം മാറ്റിയത്? 30 വർഷം ഫാദർ ബെൻസിജർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഏകദേശം 90,000-ഓളം പേരെയാണ് നമ്മുടെ ഹിന്ദുക്കളെ മതം മാറ്റിയത് 30 വർഷത്തിനുള്ളിൽ. 1930-ലാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുന്നത്. ഇന്ന് അവരെത്രയായി കാണും? 1930-ൽ മതം മാറ്റപ്പെട്ടവർ തന്നെ 90,000 പേരാണെങ്കിൽ ഇന്നവരെത്രയായി വളർന്നിട്ടുണ്ടാവും? അവരുടെ ശക്തിയും കെട്ടുറപ്പും കണ്ട് രാഷ്ട്രീയ കക്ഷികൾ പോലും അവർക്കൊപ്പം നിൽക്കുന്നു. നമ്മൾ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയെങ്കിലും പാഠം പഠിക്കണ്ടേ? നമ്മൾ പഠിക്കണ്ടേ? 1930 കഴിഞ്ഞിട്ട് അടുത്ത ഇനി ഒരു 7 വർഷം കഴിയുമ്പോൾ ഒരു നൂറ്റാണ്ട് കഴിയും. ഒരു നൂറ്റാണ്ടായിട്ടും പഠിക്കാത്തവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് പ്രസ്ഥാനമാണെങ്കിലും ആശയമാണെങ്കിലും അതിനു വേണ്ടി സമയവും ഊർജവും കൊടുക്കുന്നവരെ കൊണ്ട് മാത്രമേ വളരുകയുള്ളൂ, വളർന്നിട്ടുള്ളൂ. കുറച്ച് പേര് സനാതനധർമ്മത്തിന്, അവർ കല്യാണം കഴിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല, വീടിനോടുള്ള കടമകൾ കൂടി ചെയ്തുകൊണ്ടുള്ള ഫുൾടൈം വർക്കർമാരെ നമുക്ക് വേണ്ടത്. അല്ല, വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടുള്ളതല്ല, വീടിനുള്ള കടമകൾ കൂടി ചെയ്യാൻ പറ്റുന്നവർ. അവർക്ക് ചെറിയ സാലറി എന്നോ ഓണറേറിയമെന്നോ ദക്ഷിണയെന്നോ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ട, അവരുടെ കുടുംബം നിലനിർത്താൻ ആവശ്യമായ പൈസ കൊടുത്തുകൊണ്ടുള്ള ഫുൾടൈം മിഷണറി പദ്ധതിയാണ് നമ്മൾ തുടക്കമിടുന്നത്. 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവരെ പല സ്ഥലങ്ങളിൽ നിയോഗിക്കാനാണ് പദ്ധതി. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവരോടുള്ള ഒരു അഭ്യർത്ഥന, നമ്മൾ ധാരാളം ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ നടക്കാറുണ്ട്, പക്ഷെ സ്ഥിരമായൊരു പദ്ധതി വേണം. മറ്റുള്ളവർക്ക് സമ്മേളനങ്ങളുണ്ട്, സ്ഥിരമായ പദ്ധതിയുണ്ട്. എന്തുകൊണ്ടാണ് അവർ വികസിക്കുന്നത്? അവർക്കുള്ളതും നമുക്കില്ലാത്തതുമായ ഈ സിസ്റ്റമാണ്. അവർക്കുണ്ട്, നമുക്കില്ല. അവരുടെ വിജയരഹസ്യവും നമ്മുടെ പരാജയ കാരണവും ഒന്നാണ്. അവരെ കുറ്റം പറയുകയല്ല വേണ്ടത്, അവരവരുടെ മതത്തോട് കൂറ് കാണിക്കുന്നു. അതെങ്കിലും പഠിക്കണ്ടേ നമ്മൾ? അതെങ്കിലും അനുകരിക്കണ്ടേ? മറ്റുള്ള കാര്യങ്ങൾ അനുകരിക്കാൻ പോകുന്നതിന് പകരം അവരുടെ നല്ല കാര്യങ്ങൾ അനുകരിക്കണ്ടേ? ഇത് പണ്ടേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആരുടെയും കോപ്പിയടിയല്ല. കൃണ്ണന്തോ വിശ്വമാരി എന്ന് പറഞ്ഞാൽ ഈ വിശ്വം മുഴുവൻ ശ്രേഷ്ഠമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സനാതനം നൽകിയത്. അധ്യാപനവും അടങ്ങുന്ന സ്വാധ്യായ ആണ് നമ്മുടെ ജീവിതവ്രതം. സ്വാധ്യായ ആത്മാ പ്രമദ എന്നാണ് പറഞ്ഞത്. അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം, ഈ പഞ്ചമഹാകർത്തവ്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോപ്പിയടിയല്ല. നമ്മൾ ഈശ്വരൻ നിർദ്ദേശിച്ച ഗുരുപരമ്പരകൾ, ആദ്യത്തെ ഗുരുപരമ്പരകൾ കാണിച്ചു കൊടുത്ത ഈ പദ്ധതി ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാത്തരം വെല്ലുവിളികളെയും നേരിടാൻ പറ്റുന്ന രീതിയിൽ സജ്ജമായി എത്തിക്കണം. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. എന്തെങ്കിലും കുട്ടികൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ശ്ലോകങ്ങൾ ഉരുവിട്ടിട്ട് കാര്യമില്ല. ഇന്നത്തെ സയൻസ് അനുസരിച്ച് ചോദിക്കുന്നവരോട് സയൻറ്റിഫിക് മനോഭാവം അനുസരിച്ച് തന്നെ പറയാൻ പറ്റുന്ന സയൻറ്റിഫിക് ടെസ്റ്റ് ഉണ്ടായിരിക്കണം, റീസണിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കണം, സെൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലുള്ളതായിരിക്കണം. വ്യക്തിക്കും സമാജത്തിനും പ്രയോജനം ചെയ്യുന്നതായിരിക്കണം, അനുഭവസിദ്ധമായിരിക്കണം, പരീക്ഷണാത്മകമായിരിക്കണം, ഏത് പരീക്ഷണങ്ങൾക്കും വഴങ്ങുന്നതായിരിക്കണം, വെല്ലുവിളികൾ നടത്താൻ പറ്റുന്നതായിരിക്കണം. നമ്മളങ്ങനെ പറയുന്നുണ്ട്. നമ്മളിവിടെ രാഷ്ട്രവിദ്യാസമാജത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പറയുന്നത്, ഒരു ദിവസം ക്ലാസ്സിൽ പങ്കെടുത്താൽ നിങ്ങളൊരു 10 ചോദ്യങ്ങളെങ്കിലും
വിമർശനങ്ങൾ കൊണ്ടുവരിക എന്നാണ്. നമ്മൾ പഠിപ്പിച്ചതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളോ സംശയങ്ങളോ ചോദ്യങ്ങളോ പിറ്റേ ദിവസം കൊണ്ടുവരലാണ് അവരുടെ ഹോംവർക്ക്. അതുപോലെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായി വരുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ആശയങ്ങൾക്ക് അനുകൂലമായ എല്ലാ ന്യായീകരണങ്ങളും ജസ്റ്റിഫിക്കേഷൻസും കൊണ്ടുവരാനാണ് പറയുന്നത്. പഠിച്ചിരുത്തം വന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സിലബസാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇത് പഠിക്കാനായിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇത്തരം സമ്മേളനങ്ങളിൽ വെറുതെ വന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത് ഇവിടെ കേട്ട് പോയിട്ട് മാത്രം കാര്യമില്ല. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു നടപടിയെങ്കിലും നമ്മൾ എടുക്കണമെന്ന്. നമുക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റും. വയസ്സായെന്നോ ഒന്നും വിചാരിക്കേണ്ട, നമുക്കും പറ്റും. നമ്മൾ തീരുമാനിച്ചാൽ നിങ്ങളെല്ലാം ആരെങ്കിലും ധർമ്മപ്രചാരകരെ വരാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അയക്കാൻ കഴിയും. ഇതിന് പറ്റില്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രയോ തുക പല കാര്യങ്ങളും ചെലവഴിക്കുന്നു, സേവന പ്രവർത്തനങ്ങൾക്കും വഴിപാടിനായിട്ടൊക്കെ ചെയ്യുന്നു. അതിനേക്കാളും വലിയ വഴിപാടാണ് ഈശ്വരനും ധർമ്മത്തിനും ഗുരുവരങ്ങൾ കൊടുക്കുന്ന ഈ വഴിപാട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ നമ്മൾ ഓരോ വീടും കയറിയിറങ്ങി അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഒന്നാം തരം സേവന പ്രവർത്തകരെയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ സഹായിക്കുന്നത് മാത്രമല്ല, ധാരാളം പേരെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരെയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സേവന പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫാദർ ബെൻസിഗർ ചെയ്ത കാര്യം ഒരു നൂറ്റാണ്ടിന് ശേഷമെങ്കിലും ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവണം. ഫാദർ ബെൻസിഗറാണ് അന്ന് ഇവിടെ നമ്മുടെ കോട്ടയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു ക്രിസ്ത്യൻ ആധിപത്യം ഉണ്ടാക്കിയെടുത്തത്. നമ്മുടെ സഹോദരങ്ങളെയാണ് കൊണ്ടുപോയത്. നമ്മൾ ക്രിസ്ത്യാനികളെ കുറ്റം പറയല്ല, അവർ നമ്മുടെ സഹോദരന്മാരാണ്. അവർ നല്ലതാണെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റി യഥാർത്ഥ സനാതനധർമ്മത്തിലേക്ക് ഇവരെല്ലാം ക്ഷണിക്കാനുള്ള സുവർണ അവസരമാണ് ഈ ധർമ്മപ്രചാര പദ്ധതിയുടെ വരുന്നത്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു പദ്ധതിയുള്ളത് സ്കോളർഷിപ്പ് പദ്ധതിയാണ്. 4 വയസ്സ് മുതൽ പഠിക്കാം. LKGക്ക് പഠിക്കുന്ന 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് മുതൽ 120 വയസ്സ് വരെയുള്ളവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷ, സ്കോളർഷിപ്പ് പരീക്ഷ. +2 കഴിഞ്ഞാൽ ഹയർ എന്ന് പറഞ്ഞ ലെവലാണ്. LKG, UKG 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഹയർ. +2 കഴിഞ്ഞാൽ ഹയർ. പിന്നെ 15 തലങ്ങളാണ് ഈ പരീക്ഷ. 15ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ബാക്കിയുള്ള എല്ലാ ലെസൺസും കിട്ടും. LKG മുതലുള്ള ലെസൺസ് എല്ലാം കിട്ടും. ഈ സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇവിടെയുണ്ട്. ഈ പ്രഭാഷണത്തിന് അതിനു വേണ്ടി സമയം ചെലവാക്കുന്നില്ല. നിങ്ങളത് വായിക്കുകയും നിങ്ങളെ ചേരുക, മറ്റുള്ളവരെ ചേർപ്പിക്കുക, നിങ്ങളുടെ കുട്ടികളെ ചേർപ്പിക്കാനുള്ള വിവേകങ്ങളും കാട്ടുക. മറ്റുള്ളവർക്ക് സിസ്റ്റമുണ്ട്, സമ്മേളനങ്ങളുമുണ്ട്. നമുക്ക് സിസ്റ്റമില്ലാതെ സമ്മേളനം മാത്രമായിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ സംഘാടകർ വളരെയേറെ പണിപ്പെട്ടിട്ട് ഇത്രയും പേര് വന്നു. ഒരു ക്രിസ്ത്യൻ സമ്മേളനത്തിൽ, ഒരു മുസ്ലിം സമ്മേളനത്തിൽ അവരുടെ അംഗസംഖ്യ എത്രയായിരിക്കും എന്നറിയാവോ? നിറഞ്ഞു കവിയും. അവരുടെ ഞായറാഴ്ച ദിവസത്തെ അവരുടെ കൂട്ടായ്മയ്ക്ക് വരെ ഇതിൻ്റെ ഒരു 100 ഇരട്ടി ആൾക്കാർ, ഒരു 10 ഇരട്ടി ആൾക്കാർ കാണും. എന്താ കാരണം? ഈ സിസ്റ്റം അവർ അപ്ലൈ ചെയ്തു. നമ്മൾ ഇനിയും ഇത്രയേറെ പഠിച്ചിട്ടും, ഇത്രയേറെ നമ്മുടെ സഹോദരൻ മക്കളെല്ലാം പോയിട്ടും നമ്മൾ ഇനിയും കണ്ണു തുറക്കുന്നില്ല. അപ്പം അതിൻ്റെ ആ കാര്യം കൂടെ ശരിയായിട്ട് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എങ്കിൽ ചോദ്യങ്ങളോ സംശയങ്ങളില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. സനാതനധർമ്മം എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. സനാതനധർമ്മ തത്വമുണ്ട്, സനാതനധർമ്മ മാർഗമുണ്ട്. സനാതനധർമ്മ തത്വം ഒരിക്കലും നശിക്കില്ല. സനാതനധർമ്മ മാർഗം ഒരു സയൻസാണ്, ശാസ്ത്രമാണ്. അത് പ്രചരിപ്പിച്ചില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ, പഠിപ്പിച്ചില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിൽ ഗ്ലാനി ഉണ്ടാവും, ധർമ്മഗ്ലാനി ഉണ്ടാവും. അതിൻ്റെ 5 പ്രയോജനങ്ങൾ ഇവയാണ്. സ്വാസ്ഥ്യം നേടാൻ കഴിയും, സമഗ്ര വികസനം നേടാൻ കഴിയും, സമ്പൂർണ്ണ ജീവിത വിജയം നേടാൻ കഴിയും. അതുപോലെ സമാജ നിർമ്മാണം, ശ്രേഷ്ഠ സമാജ നിർമ്മാണം ഉണ്ടാക്കും. പ്രശ്നങ്ങളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ സഹായിക്കും, സമൂല പരിഹാരം. ഇതുകൊണ്ട് 5 കടമകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം,
അധ്യാപനം, സംരക്ഷണം അത് നിറവേറ്റുന്ന പുണ്യ പദ്ധതിയാണ് ധർമ്മപ്രചാരക പദ്ധതി. അതിനുവേണ്ടി ഉള്ള ഒരു സന്നദ്ധത കൂടെ നിങ്ങൾക്കെല്ലാം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകിയ എൻ്റെ സംഘാടകരോടുള്ള എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം. ഓം നമഃ ശിവായ.